എല്ലാവർക്കും സ്വാഗതം. നിങ്ങൾ ഒരു ആക്ഷൻ ഹൊറർ സിനിമ പ്രേമിയാണോ? എങ്കിൽ തീർച്ചയായും കണ്ടിരിക്കേണ്ട ഒരു സിനിമയാണ് ട്രെയിൻ ടു ബസൻ. 2016 പുറത്തിറങ്ങിയ ഈ സൗത്ത് കൊറിയൻ സിനിമയുടെ ബോക്സ് ഓഫീസ് കളക്ഷൻ 98.5 മില്യൺ US ഡോളറാണ്. ഈ വീഡിയോ ആദ്യമായാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെൽ ഐക്കൺ എനേബിൾ ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഈ സിനിമ നിങ്ങൾ കണ്ടവരാണെങ്കിൽ സിനിമയെക്കുറിച്ചുള്ള അഭിപ്രായം കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഈ സിനിമയുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകിയിട്ടുണ്ട്. ഇനി സിനിമയിലോട്ട് വരാം. സിനിമ തുടങ്ങുന്നത് ട്രെയിൻ ടു ബുസാൻ ചലച്ചിത്ര പരമ്പര വിജയകരമായി ആരംഭിച്ചു. 2016 പുറത്തിറങ്ങിയ ആനിമേറ്റഡ് പ്രീക്വൽ സിയോൾ സ്റ്റേഷൻ, 2020 പുറത്തിറങ്ങിയ പെനിൻസുല എന്ന പേരിൽ ഒരു ഒറ്റപ്പെട്ട തുടർച്ച എന്നിവയോടെ മറ്റൊരു ഭാഗവും അമേരിക്കൻ നിർമ്മിതമായ ഒരു അഡാപ്റ്റേഷനും വികസിച്ചുകൊണ്ടിരിക്കുന്നു. ഫണ്ട് മാനേജർ സിയോക്ക് വു ഒരു ജോലിക്ക് അടിമയും വിവാഹമോചിതനായ പിതാവുമാണ്. അദ്ദേഹത്തിന്റെ വേർപിരിഞ്ഞ മകൾ സുവാൻ തന്റെ ജന്മദിനം അമ്മ യങ്ങിനൊപ്പം ബുസാനിൽ ചെലവഴിക്കാൻ ആഗ്രഹിക്കുന്നു. സുവാൻ തന്റെ ഗാനാലാപനത്തിൽ അലോഹ ബാക്ക് ക്വോട്ടോ പാടാൻ ശ്രമിക്കുന്നതിന്റെയും തന്റെ അഭാവത്തിൽ വേദിയിൽ ഭയന്ന് മരിക്കുന്നതിന്റെയും ഒരു വീഡിയോ സിയോക്ക് വു കാണുന്നു. കുറ്റബോധം കൊണ്ട് മടുത്ത അദ്ദേഹം സുആന്റെ ജന്മദിനാശംസകൾ നിറവേറ്റാൻ തീരുമാനിക്കുന്നു. അടുത്ത ദിവസം ബുസാനിലേക്കുള്ള യാത്രാമധ്യേ അവർ സിയോൾ സ്റ്റേഷനിൽ KETX 101 കയറുന്നു. ബ്ലൂ കോളർ ജോലിക്കാരനായ സാങ് ഹ്വയും ഗർഭിണിയായ ഭാര്യ സിയോങ് ക്യോങ്ങും സിയോയോൺ സുക്കും കളിക്കാരൻ യോങ് ഗുക്കും ചിയർ ലീഡർ കാമുകി ജിൻ ഹിയും ഉൾപ്പെടുന്ന ഒരു ഹൈസ്കൂൾ ബേസ്ബോൾ ടീം, വൃദ്ധ സഹോദരിമാരായ ഇൻഗിൽ, ജോങ് ഗിൽ, കുളിമുറിയിൽ ഒളിച്ചിരിക്കുന്ന ഒരു ഭവനരഹിതനായ ഒരു വ്യക്തി എന്നിവരും മറ്റ് യാത്രക്കാരാണ്. ട്രെയിൻ പുറപ്പെടുന്നതിനു മുമ്പ് രോഗിയായ ഒരു സ്ത്രീ ശ്രദ്ധിക്കപ്പെടാതെ ട്രെയിനിലേക്ക് ഓടിക്കയറുന്നു. അവൾ ഒരു സോംബിയായി മാറുകയും ട്രെയിൻ അറ്റൻഡന്റിനെ ആക്രമിക്കുകയും ചെയ്യുന്നു. അവരും തിരിയുന്നു. ട്രെയിനിലുടനീളം അണുബാധ അതിവേഗം പടരുന്നു. 2016 യെയോൺ സാങ് ഹോ സംവിധാനം ചെയ്ത ഗോങ് യു, ജങ് യുമി, മാ ഡോങ് സിയോക്, കിം സുആൻ, ചോയ് വു ഷിക്ക്, ആൻ സോ ഹി, കിം ഇയു സുൻ എന്നിവർ അഭിനയിച്ച ദക്ഷിണ കൊറിയൻ ആക്ഷൻ ഹൊറർ ചിത്രം ട്രെയിൻ ടു ബുസാൻ സിയോളിൽ നിന്ന് ബുസാനിലേക്കുള്ള ഒരു കെഡെക്സിലാണ് ഈ ചിത്രം പ്രധാനമായും നടക്കുന്നത്. ഒരു സോംബി അപ്പോക്കലിപ്സ് പെട്ടെന്ന് രാജ്യത്ത് പൊട്ടിപ്പുറപ്പെടുകയും യാത്രക്കാരുടെ സുരക്ഷയ്ക്ക് ഭീഷണിയാകുകയും ചെയ്യുന്നു. മെയ് 13, 2016 കാൻ ഫിലിം ഫെസ്റ്റിവലിന്റെ മിഡ്നൈറ്റ് സ്ക്രീനിംഗ് വിഭാഗത്തിൽ ചിത്രം പ്രദർശിപ്പിച്ചു. ഓഗസ്റ്റ് 7 10 ദശലക്ഷത്തിലധികം തിയേറ്ററുകളിലെ പ്രേക്ഷകരുടെ റെക്കോർഡ് തകർത്ത 2016 ആദ്യത്തെ കൊറിയൻ ചിത്രമെന്ന റെക്കോർഡ് ഈ ചിത്രം സ്ഥാപിച്ചു. ആ സംഘം മറ്റൊരു കാറിൽ കയറി വാതിലുകൾ പൂട്ടുന്നു. ഇന്റർനെറ്റ് റിപ്പോർട്ടുകളും ഫോൺ കോളുകളും രാജ്യത്തുടനീളം ഒരു പകർച്ചവ്യാധി തെക്കോട്ട് പടരുന്നതായി അറിയിക്കുന്നു. ഡീജിയോൺ സ്റ്റേഷനിൽ ട്രെയിൻ നിർത്തുമ്പോൾ അതിജീവിച്ചവർ നഗരം സോംബികളാൽ നിറഞ്ഞിരിക്കുന്നതായി കണ്ടെത്തുകയും തിടുക്കത്തിൽ ട്രെയിനിലേക്ക് പിൻവാങ്ങുകയും തുടർന്നുള്ള കുഴപ്പങ്ങളിൽ വ്യത്യസ്ത ട്രെയിൻ കാറുകളായി വിഭജിക്കുകയും ചെയ്യുന്നു. തന്റെ കമ്പനിയാണ് ഈ പൊട്ടിത്തെറിക്ക് പരോക്ഷമായി ഉത്തരവാദിയെന്ന് സിയോക്ക് വു ഫോണിലൂടെ മനസ്സിലാക്കുന്നു. ബുസാനടുത്ത സൈന്യം ഒരു ക്വാറന്റൈൻ സോൺ സ്ഥാപിക്കുന്നു. അതിലേക്ക് കണ്ടക്ടർ ഒരു വഴി നിശ്ചയിക്കുന്നു. പ്രിയപ്പെട്ടവരിൽ നിന്ന് വേർപിരിഞ്ഞ സിയോക്ക് വു, സാങ് ഹ്വ, യോങ് ഗുക്ക്, സുആനും സിയോങ് ക്യോങ്ങും ഒളിച്ചിരിക്കുന്ന സ്ഥലത്തേക്ക് ഇൻഗിലും വീടില്ലാത്ത മനുഷ്യനുമായി അവർ പോരാടുന്നു. വീണ്ടും സംഘടിച്ച ശേഷം അവർ സോംബികളുടെ കൂട്ടത്തിലൂടെ മുന്നിലുള്ള ട്രെയിൻ കാറിലേക്ക് പോകുന്നു. അവിടെ ബാക്കിയുള്ള യാത്രക്കാർക്ക് അഭയം നൽകുന്നു. യോൺ സുക്കിന്റെയും ട്രെയിൻ അറ്റൻഡന്റ് കീ ചുളിന്റെയും പ്രേരണയാൽ യാത്രക്കാർ തങ്ങൾക്ക് അണുബാധയുണ്ടെന്ന് ഭയന്ന് അതിജീവിച്ചവരെ അകത്തേക്ക് കടക്കുന്നത് തടയുന്നു. മറ്റുള്ളവർക്ക് വാതിൽ ബലമായി തുറന്ന് കാറിനുള്ളിൽ കയറ്റാൻ സമയം നൽകുന്നതിനായി സാങ് ഹ്വ സ്വയം ത്യാഗം ചെയ്യുന്നു. പക്ഷേ ഇൻഗിൽ കൊല്ലപ്പെടുന്നു. യോൺ സുക്ക്, ഹീ ചുൾ, യാത്രക്കാർ എന്നിവർ മുൻവശത്തെ വെസ്റ്റിബ്യൂളിൽ ഒറ്റപ്പെടണമെന്ന് ആവശ്യപ്പെടുന്നു. എന്നിരുന്നാലും യാത്രക്കാരിൽ വെറുപ്പും സഹോദരിയെ നഷ്ടപ്പെട്ടതിൽ നിരാശയുമുള്ള ജോങ് ഗിൽ മനഃപൂർവ്വം മറ്റേ വാതിൽ തുറക്കുകയും സോംബികൾക്ക് കാറിലെ മറ്റ് യാത്രക്കാരെ കൊല്ലാൻ അനുവദിക്കുകയും ചെയ്യുന്നു. യോൺ സുക്കും കീചുളും ബാത്റൂമിൽ ഒളിച്ചിരിക്കുന്നതിനാൽ രക്ഷപ്പെടുന്നവർ മറ്റൊരു ട്രെയിൻ തിരയാൻ നിർബന്ധിതരാകുന്നു. കീചുളിനെ സോംബികളിലേക്ക് തള്ളിയ ശേഷം യോൺ സുക്ക് രക്ഷപ്പെടുന്നു. ഒരു ജ്വലിക്കുന്ന ലോക്കോമോട്ടീവ് പാളം തെറ്റി സംഘത്തെ വേർപെടുത്തുകയും സിയോക്ക് വു, സുആൻ, സിയോങ് ക്യോങ്, വീടില്ലാത്ത മനുഷ്യൻ എന്നിവരെ സോംബികൾ നിറഞ്ഞ ഒരു വണ്ടിയുടെ അടിയിൽ കുടുക്കുകയും ചെയ്യുന്നു. അതേസമയം യോൺ സുക്ക് ജിൻ ഹിയിലേക്കും യോങ് ഗുക്കിലേക്കും ഓടിക്കേറുന്നു.
രക്ഷപ്പെടാനുള്ള ശ്രമത്തിൽ മുൻഗാമിയെ ഒരു സോംബിയിലേക്ക് തള്ളിവിടുന്നു. ഹൃദയം തകർന്ന യോങ്ഗുക്ക് ജിൻഹിയുടെ കൂടെ തന്നെ തുടരുന്നു. അവൾ തിരിഞ്ഞ് അവനെ കൊല്ലുന്നു. മറ്റൊരു ട്രാക്കിൽ കണ്ടക്ടർ ഒരു ലോക്കോമോട്ടീവ് സ്റ്റാർട്ട് ചെയ്യുന്നു. പക്ഷേ പരിക്കേറ്റ യോൻ സുക്കിനെ രക്ഷിക്കാൻ ശ്രമിക്കുന്നതിനിടയിൽ സോംബികളുടെ കൈകളിലേക്ക് എറിയപ്പെടുകയും ചെയ്യുന്നു. സിയോക്ക് വു വണ്ടിക്കടിയിൽ നിന്ന് രക്ഷപ്പെടാനുള്ള വഴി കണ്ടെത്തുന്നു. പക്ഷേ താമസിയാതെ വീഴുന്ന അവശിഷ്ടങ്ങൾ രക്ഷപ്പെടാനുള്ള വഴി തടയുന്നു. വീടില്ലാത്ത മനുഷ്യൻ സിയോക്ക് വൂവിന് അവശിഷ്ടങ്ങൾ നീക്കം ചെയ്യാൻ സമയം കണ്ടെത്താൻ സ്വയം ത്യാഗം ചെയ്യുന്നു. അയാളും സു ആനും സിയോങ് ക്യോങ്ങും പുതിയ ലോക്കോമോട്ടീവിലേക്ക് രക്ഷപ്പെടുന്നു. ലോക്കോമോട്ടീവിൽ തൂങ്ങിക്കിടക്കുന്ന സോംബികളോട് പോരാടിയ ശേഷം അവർ യോൻ സുക്കിനെ കണ്ടുമുട്ടുന്നു. അവൻ ഒരു സോംബിയായി മാറാൻ പോകുകയും സഹായത്തിനായി യാചിക്കുകയും ചെയ്യുന്നു. സിയോക്ക് വു അവനെ വലിച്ചെറിയാൻ സഹായിക്കുന്നു. പക്ഷേ അയാൾ കടിച്ചുകീറുന്നു. സു ആനെയും സിയോങ് ക്യോങ്ങിനെയും എഞ്ചിൻ മുറിക്കുള്ളിൽ നിർത്തുന്നു. ട്രെയിൻ എങ്ങനെ പ്രവർത്തിപ്പിക്കണമെന്ന് അവരെ പഠിപ്പിക്കുന്നു. ആദ്യത്തേതിനോട് വിട പറയുന്നു. പിരിയുന്നതിന് മുമ്പുള്ള അവസാന നിമിഷങ്ങളിൽ ലോക്കോമോട്ടീവിൽ നിന്ന് സ്വയം എറിയുന്നതിനു മുമ്പ് സു ആന്റെ ജനന നിമിഷം അവൻ ഓർമ്മിക്കുന്നു. മറ്റൊരു ട്രെയിൻ തടസ്സം കാരണം ബുസാനിലേക്ക് പോകുന്നതിന് തൊട്ടുമുമ്പ് ഒരു തുരങ്കത്തിൽ ട്രെയിൻ നിർത്താൻ സു ആനും സിയോങ് ക്യോങ്ങും നിർബന്ധിതരാകുന്നു. ഇരുവരും ട്രെയിനിൽ നിന്ന് പുറത്തിറങ്ങി തുരങ്കത്തിലൂടെ കാൽനടയായി ട്രാക്കുകൾ പിന്തുടരുന്നു. തുരങ്കത്തിന്റെ മറുവശത്ത് നിലയുറപ്പിച്ച സ്നൈപ്പർമാർ അവരെ കണ്ടെത്തി. അവർ സോംബികളാണെന്ന് വിശ്വസിച്ച് അവരെ വെടിവെക്കാൻ ഒരുങ്ങുന്നു. പക്ഷേ സു ആൻ മരിച്ചുപോയ തന്റെ പിതാവിനോടുള്ള ആദരസൂചകമായി അലോഹ ഓ എന്ന് പാടുന്നത് കേൾക്കുമ്പോൾ അവർ നിലത്ത് നിൽക്കുന്നു.